നമസ്കാരം. ഇറാനിലെ ദക്ഷിണ പാഴ്സി ഫീൽഡുകൾക്കു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പ്രസ്താവനകളും ഈ ഭിന്നതയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്കു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയായിരുന്നു. ഈ നീക്കം ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായെന്നും താനിത് ചെയ്യരുതെന്ന് വിലക്കിയിരുന്നതായും ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനത്തെ ട്രംപ് ശക്തമായി വിമർശിച്ചു. അത് ചെയ്യരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു എന്ന് ട്രംപ് മാധ്യമങ്ങളോടും പറഞ്ഞു. ആക്രമണത്തെ തുടർന്ന് വിപണിയിൽ എണ്ണവില ഗണ്യമായി വർദ്ധിച്ചു. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരെയും ബാധിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. നേരത്തെ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിനെ പിന്തുണച്ചിരുന്ന ട്രംപ് എണ്ണപ്പാടങ്ങൾ ലക്ഷ്യം വെച്ചതിലൂടെയുണ്ടായ സാമ്പത്തിക പ്രത്യാഘാതങ്ങളിലാണ് ഇപ്പോൾ ആശങ്ക രേഖപ്പെടുത്തുന്നത്. നെതന്യാഹുവുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന നേതാവാണെങ്കിലും നിലവിലെ സാഹചര്യം ലോകത്തെ കൂടുതൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് ട്രംപ് കരുതുന്നുണ്ട്. ഇസ്രായേലിന്റെ നീക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും സഖ്യകക്ഷികൾ കടുത്ത അമർഷം രേഖപ്പെടുത്തി. ഇസ്രായേലിന്റെ നടപടി അവിവേകപൂർണമാണ് എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വിശേഷിപ്പിച്ചു. അതേസമയം ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾ ആക്രമിച്ച ഇറാന്റെ നടപടിയെ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ വ്യാഴാഴ്ച രൂക്ഷമായി വിമർശിച്ചു. സുരക്ഷിതമായി കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ ആവശ്യമായ പരിശ്രമങ്ങളിൽ പങ്കാളികളാകാൻ തയ്യാറാണെന്ന് അവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ആഗോള ഷിപ്പിംഗ് പാതയായ ഹോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകളെ ഇറാൻ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉടൻ തന്നെ സഹായം വാഗ്ദാനം ചെയ്യാത്തതിന് നാറ്റോ സഖ്യകക്ഷികൾക്കെതിരെ ട്രംപ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു. വ്യാഴാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് ജപ്പാൻ പ്രധാനമന്ത്രി സാനെ തകാച്ചിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി. നിലവിലെ ഇറാൻ സംഘർഷങ്ങൾക്കിടയിലും ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ ട്രംപിന് മാത്രമേ സാധിക്കൂ എന്ന് തന്റെ രാഷ്ട്രീയ സഖ്യകക്ഷി കൂടിയായ തകായിച്ചി പറഞ്ഞു. ഹോർമോസ് കടലിടുക്കിൽ പട്രോളിംഗിന് സഹായിക്കാനുള്ള ജപ്പാന്റെ സന്നദ്ധതയെ ട്രംപ് പ്രശംസിച്ചു. ജപ്പാനുമായി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വലിയ ബന്ധമാണുള്ളത്. ഇപ്പോൾ അവർ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു, ട്രംപ് കൂട്ടിച്ചേർത്തു. എന്തായാലും പശ്ചിമേഷ്യ യുദ്ധ കലുഷിതമായിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയത്. ആദ്യം മുതലേ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുന്നതിൽ ഇത്തരത്തിൽ അമേരിക്കയും പിന്തുണ നൽകിയതാണ്. എന്നാൽ ഇന്ധനവില ഇപ്പോൾ കുതിച്ചുയർന്നതോടെ ട്രംപ് നിലപാട് മാറ്റിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നത്.